ഈ നാടിന്റെ സ്വത്വബോധത്തെ ഉയർത്തിപ്പിടിക്കുന്ന ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്നെ വർഗീയവാദിയാക്കുമെങ്കിൽ അതെ, ഞാനൊരു വർഗീയവാദിയാണ്. ഈ നാട്ടിലെ ധർമ്മത്തെ കുറിച്ച് ചോദിക്കുമ്പോ ആ ചോദ്യം ഉയർത്തിയതിന്റെ പേരിൽ ഞാനൊരു വർഗീയവാദിയാകുമെങ്കിൽ അതെ, ഞാനൊരു വർഗീയവാദിയാണ്. ഇവിടെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് ഒരു വർഗീയവാദിയുടെ ചാപ്പ എന്നിലേക്ക് കുത്തിത്തരാനാണെങ്കിൽ അതെ, ഞാനൊരു കറകളഞ്ഞ വർഗീയവാദിയാണ് എന്ന് പറയാൻ എനിക്കൊരു കഴിയുമില്ല. അങ്ങനെ പറയാനുള്ള തന്റെ ഇടം എന്ന് ഹിന്ദു ആർജിക്കുന്നുവോ അന്ന് മാത്രമേ നമുക്ക് ഈ രാഷ്ട്രത്തിനകത്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവൂ. നിങ്ങൾ നോക്കേണ്ടത് പതിറ്റാണ്ടുകളുടെ അടിമത്തം പല കാലഘട്ടങ്ങളിൽ നമ്മളിലേക്ക് വന്നു. ആ പതിറ്റാണ്ടുകളുടെ അടിമത്തം നിൽക്കുമ്പോഴും നമ്മൾ എന്തുകൊണ്ട് ഉയർന്നു വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരികമായ അടിത്തറയായിരുന്നു അതിന് പിൻബലമേകിയതെങ്കിൽ ആ സാംസ്കാരികമായ അടിത്തറയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ജിഹാദി കൂട്ടം എന്ന് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അറിഞ്ഞോ അറിയാതെയോ ചില ഹിന്ദു നാമധാരികൾ അതിനൊത്താശ പാടുന്ന നിലയിലേക്ക് മാറുന്നു. ഇവിടെ 50 വർഷക്കാലമായി കേരളത്തിലെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന ഗുരുവായൂരപ്പൻ പള്ളി ഉറങ്ങുന്ന ആ ഗുരുവായൂർ മണ്ഡലത്തിൽ ഒരു ഹിന്ദു നാമധാരിയായ MLA ഉണ്ടായിട്ടില്ല എന്ന് ഒരു സ്ഥാനാർത്ഥിയായി വന്ന ഗോപാലകൃഷ്ണേട്ടൻ പറയുമ്പോ അതിനെ പ്രതിരോധിക്കുന്നത് ഏതെങ്കിലും മുസ്ലിം നാമധാരിയായ ആളല്ല, മറിച്ച് ദേവന് കൊട്ടിപ്പാടുന്ന, ദേവന്റെ മുന്നിൽ ദേവനെ ഉണർത്താനും ഉറക്കാനും പാട്ടുപാടുന്ന കൊട്ടിപ്പാടുന്ന ഒരു ഹിന്ദു നാമധാരി പറയുകയാണ് ഗുരുവായൂരപ്പൻ വന്നു നിന്നാലും കേരളത്തിലെ ഈ ഗുരുവായൂരിൽ നിന്ന് വിജയിക്കാൻ സാധിക്കില്ല എന്ന് പറയാനുള്ള ധാർഷ്ട്യം അതെവിടെ നിന്നാണ് അത്തരം ആളുകൾക്ക് പ്രചോദനമായത് എന്ന് നമ്മൾ ചോദിക്കണ്ടേ? ഈ നാട്ടിനകത്ത് ഭാരതാംബയുടെ ചിത്രം വെച്ചാൽ അയ്യോ എന്തൊരു അപരാധം! ഭാരതാംബയുടെ ചിത്രം വെക്കാൻ പാടില്ല, അത് ഏതോ ഒരു സ്ത്രീയാണ് എന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടി കേരളത്തിനകത്തിരുന്നുകൊണ്ട് ഇവിടുത്തെ അർബൻ നക്സലുകൾക്കും പൊളിറ്റിക്കൽ ഇസ്ലാമുകൾക്കും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും പറയാനുള്ള തന്റെ അതെവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ എന്റെയും നിങ്ങളുടെയും ശക്തമായ നിശബ്ദതയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് എനിക്ക് പറയേണ്ടി വരും. ഇവിടെ നമ്മുടെ ആരാധ്യനായിട്ടുള്ള മേയർ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇന്ന് ഹിന്ദു സമ്മേളന വേദിയിലേക്ക് വന്നു. നാളെ അദ്ദേഹത്തെ മറ്റൊരു ക്രൈസ്തവ സമ്മേളന വേദിയിലേക്ക് വിളിച്ചാൽ അദ്ദേഹം പോകും, മറ്റൊരു ഇസ്ലാം സമ്മേളന വേദിയിലേക്ക് വിളിച്ചാൽ അദ്ദേഹം പോകും. പക്ഷേ ഒരു ഹിന്ദു സമ്മേളന വേദിയിലേക്ക് ഒരു ഹിന്ദു നാമധാരിയായ കോൺഗ്രസുകാരനായ MLA വിളിച്ചാൽ, ഒരു ഹിന്ദു സമ്മേളന വേദിയിലേക്ക് ഹിന്ദു നാമധാരിയായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA വിളിച്ചാൽ, ഒരു ജനപ്രതിനിധിയെ വിളിച്ചാൽ വന്നിരിക്കാനുള്ള തന്റെ ഇടം പോലും ഇവിടുത്തെ ഇടതു വലതു മുന്നണികൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുടെ വേഷമണിഞ്ഞിട്ടുള്ള ചില ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് എന്റെയും നിങ്ങളുടെ ദുർഗതികളുടെ തുടക്കം. 5% 10% വോട്ട് ഒരു മണ്ഡലത്തിലുണ്ടെങ്കിൽ ബാർഗെയിനിങ് പവറായി ചില സമൂഹങ്ങൾ ഉയർന്നു വരുമ്പോ എന്തുകൊണ്ട് 45%, 55%, 65%, 75%ഉള്ള മണ്ഡലങ്ങളിൽ അങ്ങനെ ഒരു ബാർഗെയിനിങ് പവർ നമുക്കില്ലാതെ പോകുന്നു? അതിന്റെ കാരണം ഗോപാൽജി എല്ലാ കാലത്തും പറയുന്നത് പോലെ ഹിന്ദു വിഡ്ഢികളാണ്. ഹിന്ദുവിനെ കാർത്തിച്ചു മുഖത്തു തുപ്പിയാലും പ്രതികരിക്കാനുള്ള ശേഷി ഹിന്ദുവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുകയാണ്. അതുകൊണ്ടല്ലേ മതമാണ് 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 സർവവും എന്ന് പ്രസംഗിച്ചയാൾക്ക് സീറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹം മതേതരവാദി. 50 വർഷമായി ഒരു ഹിന്ദു നാമധാരിയായ MLA ഈ പറയുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ വർഗീയവാദി. SDP-യുടെ വോട്ട് വാങ്ങുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ നെഞ്ചു തുറന്നു പറഞ്ഞ വി ശിവൻകുട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അയാൾ ആരാണ്? മതേതരവാദി. പക്ഷേ ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട, ഒരു രാജ്യദ്രോഹിയുടെ വോട്ട് വേണ്ട. ഇനി ഒരു 100 ലക്ഷം പരാജയപ്പെടേണ്ടി വന്നാലും ഇത്തരം രാജ്യദ്രോഹികളുടെ മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് നിലപാടെടുത്ത BJP അവർ വർഗീയവാദി. ഈ സമൂഹത്തിൽ ഈ കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് മാറണ്ടേ? ഈ കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് മുന്നോട്ടേക്ക് പോകണ്ടേ? ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് അക്ഷന്തമ്യമായ അപരാധമായി ഭാരതത്തിനകത്ത് നിന്നാൽ ഭാരത് മാതാ കി ജയ് ഇനി പാകിസ്ഥാനിൽ വിളിക്കാൻ പറ്റുമോ? ഭാരത് മാതാ കി ജയ് ഇനി അഫ്ഗാനിസ്ഥാനിൽ പോയി വിളിക്കാൻ പറ്റുമോ? ഭാരത് മാതാ കി ജയ് ഇനി ബംഗ്ലാദേശിലോ ചൈനയിലോ പോയി വിളിക്കാൻ സാധിക്കുമോ? ഭാരത് മാതാ കി ജയ് വിളിക്കേണ്ടത് ഭാരതത്തിലാണ്. അത് ഭാരതത്തിന്റെ സ്വത്വബോധത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് നമുക്ക് പറയാനുള്ള തന്റെ ഇടം എന്തുണ്ടാവുമോ
അന്ന് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ജിഹാദിസം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കൂ. അങ്ങനെ സാധിക്കണ്ടേ നമുക്ക്? അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കണ്ടേ നമുക്ക്? നമ്മുടെ നേരത്തെ രാജീവേട്ടൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഹിന്ദു സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ കൈയയച്ച് സഹായിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം. ഹിന്ദു സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ എന്തേ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നില്ല എന്ന ചോദ്യം. ചില ആളുകളൊക്കെ നമ്മളോട് പല സ്ഥലത്തും, ഇപ്പോൾ രാജശേഖരനൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും, രാജീവേട്ടനൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും, പല സ്ഥലത്തും പോകുമ്പോൾ പറയും, ചില പള്ളികളിലൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് 28 ലക്ഷം രൂപ 38 ലക്ഷം രൂപ പല ആളുകൾക്കും ചികിത്സയ്ക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തു. വളരെ അഭിമാനത്തോടുകൂടി നമ്മുടെ ആളുകൾ നമ്മളോട് പറയുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ നമുക്ക് തീരുമാനിച്ച് നമ്മുടെ ഒരു സഹോദരനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? അങ്ങനെ നമ്മൾ വന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം ആലോചിക്കേണ്ടത്, നമുക്ക് ആ കഴിവില്ല എന്ന് നമ്മൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ തകർന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് മാറ്റപ്പെടുത്തണ്ടേ? അത് മാറണ്ടേ? അത് മാറണമെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞ നൂറുകണക്കിന് കസേരകളുടെ മുന്നിൽ വന്നു നിന്ന് വലിയൊരു കണ്ടക്ഷോഭം ഞാൻ നടത്തിയത് കൊണ്ട് ഇതൊന്നും മാറാൻ വേണ്ടി പോകുന്നില്ല. ഈ കസേരകളിൽ മാംസവും മജ്ജയും ബുദ്ധിയുമുള്ള ആളുകൾ വന്നിരിക്കാൻ തയ്യാറാവണം. അവരെ കൂട്ടിക്കൊണ്ടുവരാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഞാനടക്കമുള്ള ഓരോ ഹിന്ദു പ്രവർത്തകനും തയ്യാറാവണം. അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം നമ്മൾ പറയാൻ തയ്യാറാവണം. അത് ഏത് രാഷ്ട്രീയം എന്നുള്ളതല്ല. രാഷ്ട്രീയം ഏത് ഭാഗത്ത്, രാഷ്ട്രത്തെ കുറിച്ച് ചിന്തിക്കുന്നതൊക്കെയും രാഷ്ട്രീയം എന്ന് പഠിപ്പിച്ച സംഘടനയുടെ ഭാഗമാണ് ഞാൻ. രാഷ്ട്രത്തെ കുറിച്ച് ആര് സംസാരിച്ചാലും അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രത്തിന്റെ നല്ലതിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് മാത്രമാണ് ആ കോണ്ടക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. കേരളത്തിനകത്ത് നമ്മുടെ ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒരു കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ഒരു ചിത്രം വന്നു. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഏറ്റവും അധികം സംസാരിക്കുന്ന ആളാരാ? നമ്മളാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ അല്ല. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കണം. സരസ്വതി ദേവിയുടെ ചിത്രത്തെ വികലമായി വരച്ചു വെച്ചിട്ട് ആ വരച്ചു വെച്ച ചിത്രകാരനെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് മസ്കറ്റ് ഹോട്ടലിൽ ഇരുത്തി ഹിന്ദുവിന്റെ നെഞ്ചിലൂടെ ചവിട്ടി നിന്നുകൊണ്ട് ഹിന്ദുവിന്റെ കൂടി നികുതിപ്പണം വാങ്ങിക്കൊണ്ട് ആ സരസ്വതി ദേവിയുടെ ചിത്രത്തെ വികലമായിട്ട് വരച്ച MF ഹുസൈൻ അവാർഡ് കൊടുത്ത ഒരു സംവിധാനം ഇന്ന് കേരളത്തിനകത്തുണ്ട്. കഴിഞ്ഞ 10 വർഷമായി അവരുടെ ഭരണമായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഈ കേരളത്തിനകത്തുണ്ട്. അവരാണ് പറയുന്നത് നമ്മളോട് കേരള സ്റ്റോറി എന്തോ അക്ഷന്തവ്യമായ തെറ്റാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ചലച്ചിത്രമാണ്. ഒരു ചലച്ചിത്ര പ്രവർത്തകന് അവന്റെ സൃഷ്ടിയിൽ എല്ലാവിധമായ സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് പല കാലഘട്ടങ്ങളിൽ പല രീതിയിൽ പ്രസ്താവന ഇറക്കിയ കേരളത്തിലെ CPM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അവരെന്തിനാണ് കേരള സ്റ്റോറിയെ തടയുന്നത്? കേരള സ്റ്റോറിയെ തടയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ കേരള സ്റ്റോറി വരച്ചിട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. കേരളത്തിനകത്ത് സാധാരണപ്പെട്ട പെൺകുട്ടികളെ വലവീശി പിരിക്കുന്ന മാരീചന്മാരുടെ ഒരു വലിയ സ്ക്വാഡിനെ ലവ് ജിഹാദ് എന്ന പേരിൽ ഈ നാട്ടിലെ പൊളിറ്റിക്കൽ ജിഹാദികൾ വളർത്തിക്കൊണ്ടുവരുമ്പോ അതിന് ഓശാന പാടേണ്ട ഗതികേട് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഉണ്ട് എന്നുള്ളതാണ് ആ ചിത്രത്തെ അവർ ഭയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ അവിടെയും നമ്മുടെ നിശബ്ദത അവരെ വിജയത്തിലേക്ക് നയിച്ചു. നമ്മുടെ നിശബ്ദത അവരെ വിജയത്തിലേക്ക് നയിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. പലരും പറയാറുണ്ട് RSS ആണ്, RSS ഉള്ളത് കൊണ്ടാണ് രാജ്യത്ത് വർഗീയത വളരുന്നത്. ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? RSS ഉള്ളത് കൊണ്ടാണ് രാജ്യത്ത് വർഗീയത വളരുന്നത്. ഞാൻ 1925 RSS എന്ന് പറയുന്ന RSS എന്ന് പറയുന്ന സംഘടന ജനിക്കുന്നത്, ജന്മം കൊള്ളുന്നത് 1925. പക്ഷെ 1921 ഇവിടെ ഹിന്ദുവിന് നേരെ ഒരു വർഗീയ വംശീയ കലാപം നടന്നപ്പോ ഏത് RSSനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ കലാപം നടത്തിയത്? നിങ്ങൾ ഇന്ന് ആദ്യം ചൂണ്ടുന്നത് RSSനെയാണ്. കാരണം ഇവിടത്തെ ധർമ്മരക്ഷകത്തിന് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന മതിലേതാണ്? നിങ്ങൾക്ക് ആ ധർമ്മത്തിലേക്ക് കടന്നു കയറാൻ തടസ്സമായി നിൽക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് ഒരു വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കുന്ന സമൂഹമായി ഇവിടെ RSS എന്ന് പറയുന്ന സംഘടന നിലനിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ കല്ല് RSSന് നേരെ എറിയുന്നു. എന്നിട്ട് നിങ്ങൾ പറയാണ് RSS വർഗീയമാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ കാശ്മീരിലൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ അവിടെ ഹിന്ദു മതം വർഗീയമാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചതുപോലെ അടുത്ത് നിങ്ങൾ പറയാൻ RSSനെ പണിത് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് ഹിന്ദു വർഗീയമാണ് എന്നാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണോ
ഈ പറയുന്ന കാശ്മീരിനകത്ത് കാശ്മീർ ഫയൽസിൽ നമ്മൾ കണ്ടതുപോലെയുള്ള വംശീയ ഹത്യകൾ നടത്തിയത് അതുപോലെ ഈ നാട്ടിലെ സാധാരണപ്പെട്ട ഹൈന്ദവ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ജിഹാദിസം ഈ കേരളത്തിനകത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെയും നിങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം, കേരളത്തിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്തതുപോലെ ഹലാൽ ചർച്ച ചെയ്യപ്പെടുന്നു, വാട്സപ്പ് ഹർത്താലുകൾ നടക്കുന്നു കേരളത്തിനകത്ത്. കേരളത്തിന്റെ മതേതരത്വ മുഖം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാതെ പോകാൻ സാധിക്കില്ല. അത് പറയുമ്പോ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോ ആ തെറ്റുകളെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, മറിച്ച് അത് പറഞ്ഞയാളിനെ എങ്ങനെ ഒതുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്ന് കേരളത്തിനകത്ത് ഇന്ത്യക്കകത്ത് ഒരു വലിയ ആഘോഷത്തിലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ നിര. അവർ പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രിയായി കോൺഗ്രസ് പാർട്ടി കാണുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ഇന്ന് വിജയിച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട്. എങ്ങനെയാണ് വിജയിച്ചത് എന്ന് ചോദിച്ചാൽ, പാർലമെന്റിനകത്ത് വിമൻ റിസർവേഷൻ ബിൽ, വനിതാ സംവരണ ബിൽ, ആ വനിതാ സംവരണ ബിൽ 33% സ്ത്രീകൾക്ക് ഈ നാട്ടിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അവർക്ക് ഈ നാട്ടിലെ ലോകസഭകളിലേക്കും അതുപോലെ തന്നെ നിയമസഭകളിലേക്കും 33% റിസർവേഷൻ കൊടുക്കുന്ന ഒരു ബില്ലിനെ ഞങ്ങൾ എല്ലാവരും ചേർത്ത് പരാജയപ്പെടുത്തി. അത് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തിയതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് ആക്രോശിച്ച് അട്ടഹസിച്ച് നടക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നിര. നിങ്ങൾ നോക്കേണ്ടത് എന്തുകൊണ്ടാണ് അവർ ആ ബില്ലിനെ എതിർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 33% വനിതകൾ വരണം എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അവർ നിയോഗിക്കുന്ന ആളുകളുടെ പേരും അവരുടെ രാഷ്ട്രീയവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി എഴുതി നിൽക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്, പ്രിയങ്ക വദ്രയാണ്. ആരാണ് പ്രിയങ്ക വദ്ര? എന്താണ് പ്രിയങ്ക വദ്രയ്ക്ക് ഭാരതത്തിന്റെ രാഷ്ട്രീയവുമായുള്ള ബന്ധം? എന്താണ് പ്രിയങ്ക വദ്ര ഭാരതത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുള്ളത്? എന്താണ് പ്രിയങ്ക വദ്ര കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സംഭാവനയായിട്ടുള്ളത്? ചർച്ച ചെയ്യപ്പെടണ്ടേ? ആകെയുള്ള ഗുണം രാജീവ് ഗാന്ധിയുടെ മകളായി ജനിച്ചുപോയി എന്നുള്ളതല്ലാതെ മറ്റ് ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഒരു സാമൂഹിക അടിത്തറയും ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് വയനാട്ടിൽ നിന്ന് വിജയിപ്പിച്ചു കൊണ്ടുവന്ന് ഈ പറയുന്ന ഇന്ത്യൻ പാർലമെന്റിനകത്ത് കയറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കൃത്യമായി കുടുംബ ബന്ധങ്ങളുടെ കുടുംബാധിപത്യത്തിന്റെ ഭാഗമായിട്ട് മാത്രം വിജയിച്ചു വന്നവർക്ക് എങ്ങനെയാണ് ഈ നാട്ടിൽ സാധാരണപ്പെട്ട അടിസ്ഥാനവർഗ സ്ത്രീ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവുന്നത്? എങ്ങനെയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പാർലമെന്റിനകത്ത് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നത്? രണ്ടാമത്തെ ആളെ ആറ് NCPയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ. ദേശീയ അധ്യക്ഷനായിട്ടുള്ള ശരത് പവാറിന്റെ മകളായതുകൊണ്ട് മാത്രം ലോക്സഭയ്ക്കകത്തുള്ള കുളിര് കൊല്ലാൻ വിധിക്കപ്പെട്ട സുപ്രിയ സുലെക്ക് എങ്ങനെയാണ് ഈ നാട്ടിലെ സാധാരണപ്പെട്ട സ്ത്രീ സമൂഹത്തിന്റെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നത്? മൂന്നാമതായി ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെ വെക്കുന്ന ഉദാഹരണം നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലെ കരുണാനിധിയുടെ മകളായിട്ടുള്ള കനിമൊഴിയുടെ രാഷ്ട്രീയം എന്താ? അപ്പോ ഇവരെല്ലാവരും ചേർന്ന് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോ നരേന്ദ്രമോദിജി തന്നെ നേരിട്ട് രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ബില്ല് യാഥാർത്ഥ്യമാവും. കാരണം ഈ ബില്ല് രാജ്യത്തിന്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ബില്ലാണ്. അർദ്ധനാരീശ്വരി സങ്കല്പമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. സ്ത്രീയെ പൂജിക്കാൻ വേണ്ടി, സ്ത്രീക്ക് വേണ്ടി, അവളുടെ മാനത്തിനു വേണ്ടി ഏത് നിലപാടിലേക്ക് പോകാൻ തന്റേടമുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ഈ ബില്ല് ഭാരതത്തിനകത്ത് ഉറപ്പായും നടപ്പിലാകും എന്ന് അദ്ദേഹം ഭാരതത്തിലെ ജനങ്ങളുടെ മുൻപാകെ പറയുമ്പോ ഞാൻ ഈ ഹിന്ദു സമ്മേളന വേദിക്കകത്തിരുന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, രാജ്യത്തിലെ സ്ത്രീ സമൂഹത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം കൂടി രാജ്യത്തെ ഹൈന്ദവ സമൂഹം ഏറ്റെടുക്കണം എന്ന കൃത്യമായ രാഷ്ട്രീയം ഞാൻ നിങ്ങളുടെ മുൻപാകെ വെക്കാൻ ഈ സമ്മേളന വേദിയിലെ എന്റെ പ്രഭാഷണത്തിലൂടെ നിങ്ങളുടെ മുൻപാകെ വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ കേരളം
വികസിക്കപ്പെടണമെങ്കിൽ, കേരളത്തിനകത്ത് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെങ്കിൽ, കേരളത്തിനകത്ത് ദാർശനികമായിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ അടിത്തറയിൽ ഈ രാഷ്ട്രം, ഈ സംസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ, ഈ സംസ്ഥാനത്തിന്റെ വൈവിധ്യപൂർണമായിട്ടുള്ള സംസ്കാരങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ, ഈ കേരളത്തിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള മൂല്യങ്ങൾ ഈ കേരളത്തിൽ നിന്ന് ചോർന്നു പോകാതിരിക്കണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഹിന്ദുയിസം കേരളത്തിന് അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള തർക്കവും വേണ്ട. കേരളത്തിന്റെ രാഷ്ട്രീയം മാറേണ്ടത് പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിലേക്കാണ് എന്ന് നിങ്ങളുടെ മുൻപാകെ വെച്ചുകൊണ്ട് ഈ യുവസംഗമത്തിൽ നിങ്ങളോടൊപ്പം ഭാഗമാകാൻ ഒരു അവസരം നൽകിയ ഇതിന്റെ സംഘാടകർക്കും പ്രത്യേകിച്ച് ഗോപാൽജിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം.